എന്നെടുക്കുവാ ചെടിയുടെ പരിപാടിയൊക്കെയാണോ? ഒരു മഴ പെയ്തില്ലെങ്കിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അമ്മയാണല്ലോ ഇന്നും മിക്കവാറും വെള്ളം ഒഴിക്കും. അമ്മ ഒഴിക്കും, ഞാൻ പെൺപിള്ളേരെ ഒഴിക്കത്തില്ല. പെൺപിള്ളേരോട്ട് 3 പേരും കൂടെ അതിനകത്തെങ്ങാണ്ടുണ്ട്. ഇങ്ങനെ അകത്തിരുന്നാ മതിയോ? എങ്ങനെയുണ്ട് പിള്ളേര്? നല്ല പിള്ളേരാണോ? പിള്ളേർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. കൊച്ചു പാർട്ടി എങ്ങനെ? കൊച്ചു പാർട്ടിക്കും കുഴപ്പമൊന്നുമില്ല. അവന്മാരും 3 കൂടെ അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ ഇപ്പൊ നിൽക്കുന്നു. ചേച്ചിക്ക് അവരെ വിടാനൊന്നും താല്പര്യം ഇല്ല. പിള്ളേരെ വേറെ വിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കൊച്ചുങ്ങൾക്ക് 3 പേർക്ക് കൂടെ കിടക്കാം. ഞാനുള്ളിടത്തോളം കാലമൊക്കെ ഇവരൊക്കെ അങ്ങനെ ഒന്നിച്ച് കഴിയട്ടെ. 2 പേരെ മാറ്റ്. മൂത്തവരെ മാറ്റണമെങ്കിൽ മാറ്റാൻ ഞാനായിട്ട് മാറ്റുന്നൊന്നുമില്ല. ഇനി അവരായിട്ട് മാറിയാലേ ഉള്ളൂ. അവരായിട്ട്. ഞാൻ ഒത്തിരി നാളായി അവരൊന്നും കണ്ടിട്ടേ. ആണോ? അതാ ചോദിച്ചേ. വിളിക്കണോ? പിള്ളേർ സുഖായിരിക്കുന്നു. പണിക്ക് പോകും. ചേച്ചി എന്നേലും വിളിക്ക, ഇന്ന് കണ്ടിട്ട് പോകാല്ലേ. ഏതായാലും ഞാൻ വന്നതല്ലേ. ചേച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ചേച്ചിക്ക് പിള്ളേരെ 3 പേരും കൂട്ടത്തിൽ നിർത്താനാണ് അങ്ങനെ. മക്കളും മരുമക്കളും കൊച്ചുമക്കളും പിള്ളേര് ജീവിതം കഴിഞ്ഞു പോകട്ടെന്നാണ് നമ്മുടെ മനസ്സിന്റെ. അങ്ങനെ തന്നെ നടക്കട്ടെ. ഇപ്പൊ കൂട്ടുകുടുംബം ഒന്നും ഇല്ലല്ലോ. ഇല്ല, അണുകുടുംബങ്ങളല്ലേ. ഭാര്യയും ഭർത്താവും എല്ലാ ഭാര്യയും ഭർത്താവും മാത്രം. നല്ലൊരു കാര്യം. ഇവരുടെ ഇഷ്ടം പോലെ. ചേച്ചി എനിക്ക് എന്നിട്ട് പണിയുണ്ട്, ഞാൻ പോവാണേ. പിന്നെ കാണാം. എന്നാ ശരി. ചേച്ചിയാണ് ഈ മുണ്ടൊക്കെ നനച്ചിട്ടെ. ഇതിന്റെ കട കണ്ടോ? അത് തന്നെയല്ലേ. ഇതല്ലേ മൊത്തത്തിൽ ഉജാലയൊക്കെ കൂടുതലാണ്. ഇന്ന് ആ തള്ള ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ കടയുടെ ജാതകമുള്ള പണിക്കാണ് ഇതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അവരാണ് 100 കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു തള്ളയാണ്. എല്ലാം കടയാ കണ്ടോ? നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ലേ? നേരം വെളുക്കുമ്പോൾ തൊട്ട് നേരം കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നേ. ഇതിപ്പോ അച്ഛന്റെ മുണ്ട മുഴുവൻ കടയാന്ന് പറഞ്ഞ ഇപ്പൊ ആ തള്ള ഇങ്ങോട്ട് വന്ന് നമ്മളെ നേരെ ചാടും. എന്താന്ന് വെച്ചാ പറഞ്ഞോ. തള്ളോട് പറയാം, അലക്കാൻ പറ. ഇതിൽ എവിടെയാണോ കറ? എനിക്കറിയത്തില്ല. ഇവിടെ കറയുണ്ട്, അങ്ങനെയുണ്ട്, ഉജാല കൂടിപ്പോയി എന്നെല്ലാം പറഞ്ഞ് പെണ്ണ് കിടന്ന് ബഹളമായിരുന്നു. ഞാൻ ഇതെല്ലാം കറയൊന്നും കാണുന്നില്ല. പക്ഷെ ഇന്ന് കർഷകാലത്ത് ഞാൻ മുണ്ട് അലക്കുകയും ചെയ്തു. എന്നാരും ബഹളമായിരുന്നു. ഇപ്പൊ അത് ഞാനല്ലേ തേച്ചത്, ചില്ല തേച്ചത്. ഞാനല്ല തേച്ചത്. അതല്ല കരിയുണ്ട് തേച്ച് കഴിയുന്നേ സ്വന്തമായിട്ട്. എല്ലാം കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുവാണോ? മുണ്ട് കഴിയെന്നും പറഞ്ഞ അതിന് പരാതി, കറയാന്നും പറഞ്ഞ് പരാതി. ഇതെല്ലാം എന്റെ തലയിലോട്ട് വെച്ചാൽ എങ്ങനെയാ? നിങ്ങളിങ്ങനെ നാട് നീളം നടക്കുന്ന പോലെയല്ല. ഇത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് തേച്ച് കഴിയണം. വീടുവശം കണ്ടു. അത് കണ്ടന്റ് ബാക്കി ചെയ്യണം. കണ്ടന്റ് ബാക്കി ചെയ്യണമെന്നേ. ഒന്ന് തേച്ച് കഴി വെച്ചല്ലേ? ഒന്നുകൂടെ തേച്ച് കഴിയുമ്പോൾ ഊരിപ്പോവല്ലോ കയ്യാലെ. ഒന്നുകൂടെ തേച്ച് കഴിയും. ഊരി പോകുന്നോണ്ടാണ് തേക്കാഞ്ഞത്. ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്യാൻ പഠിക്കണം, അല്ല ചെയ്യാൻ പോകരുത് കേട്ടല്ലോ. പണി വൃത്തിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നിൽക്കരുത്. എന്നാലേ മോൾ ഇത്രയും പറഞ്ഞല്ലോ, ഞാനല്ല ചെയ്തത്, അവളാ ചെയ്തത്. വിളിച്ചു ചോദിരും. ചിന്നുവേ, ഒരു സംശയം ഉണ്ടാവുന്നത് തീർത്ത് തരണം. നീയാണോ തുണി മടക്കണ്ട? പാത്രം തേച്ച് നീയാണോ? ആണേ. തേച്ച് പഠിച്ചതാണോ? ഞാൻ ആദ്യമായിട്ട് തേച്ചതല്ലേ. നിന്റെ വീട്ടിൽ പാത്രങ്ങൾ വെളുത്തതുകൊണ്ടല്ലേ ചോദിച്ചത്? വെളുത്തില്ല ചേച്ചി, ഒന്നുകൂടെ തേക്ക് ചേച്ചി. ആ തുണി വരക്കിയതല്ലേ ചെളി പോയിട്ടില്ല. അതിന്റെ ബാക്കി ഞാൻ ചെയ്യണം. പാത്രം തേച്ചിട്ട് അതിൽ പോയിട്ടില്ല. ഇതിന്റെ ബാക്കി ഞാൻ ചെയ്യണം. ഇത്ര വെളുത്താ പോരെ ചേച്ചി? എന്നെ ഈ ചേച്ചി ഇതൊക്കെ സ്വാഭാവികമല്ലേ? ചേച്ചി ഇങ്ങനെയൊക്കെ തുടങ്ങിയ അവര് ചോദിക്കും ചട്ടി കഴുകി തരാ, മുണ്ട് കഴുകി തരാന്നൊക്കെ അവര് ചോദിക്കും. ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ മതി, അപ്പൊ കുഴപ്പമില്ലല്ലോ. എല്ലാന്റെ പൊട്ടക്കെട്ടിരുന്നോട്ടെ. നിങ്ങളൊക്കെ നല്ല ആൾക്കാർ. ചേച്ചി അമ്മ ഒന്നും പറയത്തില്ല. ആയിക്കോട്ടെ. ഒരു വകയും ചെയ്യത്തില്ല, ചെയ്യുന്നതിനെല്ലാം കുറ്റം. ഇത്രയും വലിയ ചെലവൻ ഞാൻ കഴുകാൻ വേണം, അത് വെളുത്തില്ലെന്നും കൂടെ പറഞ്ഞ എന്നെ കഷ്ടമായി. കരി ഇരുന്നിട്ടല്ലേ അവരുടെ കരിയാണ്. അടുപ്പ വെക്കുന്ന പാത്രമൊക്കെ അതൊക്കെ അന്നേരം കപ്പ തിന്നാന്നേ തോർത്തോണം. വെളുക്കണമെങ്കിൽ ചേച്ചി ഒന്നുകൊണ്ട് ചേച്ചി തുണി അലക്കി കഴിഞ്ഞാൽ അതുകൂടെ ചേച്ചിട്ടാ ഇത്ര വിഷമാണെങ്കിൽ കേട്ടോ. പാത്രമൊക്കെ നല്ലതായിട്ട് തേച്ച് വെളുപ്പിച്ചിട്ട് തന്നെ മീൻ കച്ചവടത്തിന് വേണമല്ലോ ഒരുക്കാണോ? ഈ മീൻ കച്ചവടം കൂടെ ഉള്ളു ചെയ്യാൻ. കുടുംബം നോക്കാം. അപ്പം ചെരുവൊക്കെ നല്ലതാണ്, ഓക്കെയാണ്. നിനക്ക് പറ്റിയ ചെരുവാ ഇത് കച്ചവടത്തിന്. തലേ വെച്ചോണ്ട് പോകാതെ എളി വെച്ചോണ്ട് പോകും. ഞാൻ എന്റെ ഇതുപോലെ ഇതിലൊക്കെ വെച്ചോണ്ട് പോകാം. അമ്മ വിളിച്ചോണ്ടോ? അമ്മ വിളിക്കാൻ പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ.
ഇങ്ങനെ പോയാൽ എങ്ങനെയാ ചേച്ചിമാർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ആണോ? നിസ്സാര കാര്യത്തിന് വരെ ഇവിടെ പ്രശ്നമാണ്. ഒരു പാത്രത്തിന്റെ പേരും തുണിയുടെ പേരും പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. അവളുമാര് രണ്ടും കൂടെ ആണോന്നോ? ഇങ്ങനെ പോയാൽ എങ്ങനെയാ? നമ്മുടെ കുടുംബത്തിൽ എന്നും വഴക്കാ. ആണോ? ഒന്നെ ഷെയർ കൊടുത്ത് അവരെ മാറ്റ്, അല്ല ഞങ്ങളെ മാറ്റ്, എന്തേലും ചെയ്യണം. നമുക്ക് ആലോചിക്കണം എന്നാ. ഒന്നും കാണുന്നില്ലേ അമ്മ? ഇവിടെ ഒന്നും അല്ലേ? ആ അകത്ത് കിടന്ന് വഴക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ അറിയുന്നില്ല. കുറച്ചു മുമ്പേ അതെ ചെരുവത്തിന്റെ പേര് പ്രശ്നമായിരുന്നു, തുണി കഴുകിയതിന്റെ പേര് പ്രശ്നമായിരുന്നു. ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാ? എന്നും ഇതല്ലേ പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തീർക്കുകയും ഇവിടെ ഞാൻ താമസിക്കുന്നിടത്തോളം സമയം ഇവര് 3 പേരും ഇവിടെ തന്നെ കഴിയണമെന്നാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മ? എത്രയാണെന്ന് പറഞ്ഞാൽ സഹിക്കുന്നത്? എപ്പോ നോക്കിയാലും ഓരോന്നും നമുക്ക് പരിചയം വിട്ടു വന്നാ എങ്ങനെയാണെന്നോ അമ്മ ഞങ്ങൾക്ക് ഷെയർ തന്നാലും ഞങ്ങൾ മാറി താമസിച്ചോളാം. നിങ്ങൾ ഇളയവരെ പറഞ്ഞു വിടാൻ പറ്റുമോ? മൂത്തവര് അവരെ പറഞ്ഞു വിടമ്മ. അങ്ങനെ തുടങ്ങിയ എന്നാ ചെയ്യും? എന്നാണേലും കൊച്ചു പറഞ്ഞത് നമുക്ക് ആലോചിക്കാം. ചുമ്മാതെ പെട്ടെന്ന് അങ്ങ് ഓരോരുത്തരെ മാറ്റാൻ പറ്റുമോ? ഇപ്പൊ ഇളയോരെ മാറ്റാൻ പറ്റത്തില്ല, മൂത്തവര് നിക്ക ചെയ്ത് ഇളയോരെ എങ്ങനെ മാറ്റത്തില്ല. അമ്മ ആലോചിച്ചാ മതി. ഞാൻ പറഞ്ഞത് അമ്മയുടെ നമുക്ക് ആലോചിക്കാം. ആലോചിച്ചാ മതി. കാര്യങ്ങളൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കാം. കേട്ടായിരുന്നോ? ഞങ്ങൾ പറഞ്ഞൊക്കെ നീ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നാളെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. ഞാൻ അമ്മയോട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. തന്നെ പറഞ്ഞു. അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാ പറഞ്ഞേ? ഞാൻ പിന്നെ നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം കൂടി പറഞ്ഞു. എന്നാ കുറ്റം പറഞ്ഞു? അതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. രാവിലത്തെ ചട്ടിയുടെ കാര്യം തുണി കാര്യമൊക്കെ ആയിരിക്കും പറഞ്ഞു. അതൊക്കെയാണോ? അതൊക്കെ പോരെ? അത് തന്നെ ധാരാളമല്ലേ? അതൊന്നുമല്ല സംസാരിച്ച്, വേറെ ഒത്തിരി ആഴമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. വീതം ചോദിച്ചു. എന്നാ പറഞ്ഞു? മാറ്റാന്ന് പറഞ്ഞു. എനിക്ക് വീതം വേണമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. നിന്റെ കാര്യം മാത്രമേ നീ പറഞ്ഞോളൂ. അല്ല, നിങ്ങളെ പറഞ്ഞു വിടാനും പറഞ്ഞു. പിന്നെ അമ്മ നടക്കത്തില്ലെന്നാ പറഞ്ഞത്. അതൊന്നുമല്ല, ഇവളുടെ കാര്യം മാത്രമേ പറഞ്ഞു. നമ്മുടെ കാര്യം അപ്പം പറഞ്ഞു എന്നാ പറഞ്ഞേന്നാ ഞാൻ കൂടി ഇത്രയൊക്കെ അറിയണമല്ലോ. പറഞ്ഞോളൂ, അല്ല നിങ്ങളുടെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതാണ് ഈ 1/4 മണിക്കൂർ പോയി നിന്ന് അത് വന്ന് സംസാരിച്ചത്. നോക്കാം. നിങ്ങൾ ഇന്നലെ ഇവിടെ ഒളിഞ്ഞു നിൽക്കായിരുന്നു. ഞങ്ങൾ നീ ഞങ്ങളുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടെങ്കിൽ കേട്ട് അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അവനവന്റെ സ്വന്തം കാര്യം മാത്രം. നമ്മൾ ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒറ്റക്കെട്ടായിട്ടല്ല നിന്നത് എല്ലാ കാര്യത്തിനും. പിന്നെ ഈ വീതം അമ്മയോട് തന്നെ ചെന്ന് ചോദിക്കുന്നത് എന്നെ ഏത് അർത്ഥത്തിലാണ്? അപ്പൊ ഞങ്ങളോ നമ്മളിവിടെ വിശ്വസിച്ചില്ല. നമ്മൾ എന്ത് ഉപകാരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 3 പേരും ചെയ്യുന്നതാണ്. നിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഞങ്ങളുടെ ഒരു കാര്യം പറയാതെ പറ്റത്തില്ല. പറയണം അമ്മയോട്, ഞങ്ങളുടെ കൂടെ കാര്യം പറയണമെന്നേ പറ്റുകയില്ല. എന്നാ പറഞ്ഞെന്ന് പറയുന്നേ? ഇല്ല, എനിക്ക് നിങ്ങളുടെ കാര്യം പറയാൻ സൗകര്യം ഇല്ല. നിങ്ങളുടെ കാര്യം വേണേ നിങ്ങൾ അമ്മയോട് പറഞ്ഞോണം. അതിന് നമുക്ക് സൗകര്യം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇത്ര ദിവസം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അങ്ങനെ തന്നെയാ. ഇത്ര ദിവസം നമുക്ക് സൗകര്യം ഉണ്ടാകുന്നല്ലോ. ഇപ്പൊ നമുക്ക് സൗകര്യം നമ്മുടെ കൂടെ ഉള്ളത് അടിച്ചിട്ട് പോകാനാന്ന് തോന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ അമ്മയോട് പറയണം. ഈ സൗകര്യം ഇല്ല നിങ്ങളുടെ കാര്യം പറയാനായിട്ട്. നിങ്ങൾ വേണേ നിങ്ങളുടെ കാര്യം അമ്മയോട് നേരിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കാനൊക്കെ ഇല്ല, നിങ്ങൾ വേണേ നിങ്ങളുടെ കാര്യം പറഞ്ഞു. എനിക്ക് എന്റെ കാര്യം നോക്കാൻ മാത്രം. ഇത്രയും നാള് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. ആണോടി? ഞങ്ങളല്ലേ എത്ര നാളെ നിന്റെ കാര്യം കൂടെ നോക്കിക്കൊണ്ടിരുന്നേ? പിന്നെ പിള്ളേരെ കിടന്നോണ്ട് വഴക്ക് കുടിക്കുന്നേ. നിങ്ങൾ 3 ഒച്ച എവിടെയെങ്ങും അപ്പുറത്തെങ്ങും നിൽക്കാൻ പറ്റില്ലോ. ഭയങ്കര ഒച്ചപ്പാട് കേക്ക്. 3 പേരും കൂടെ ഇവിടെ വഴക്കായിരുന്നു. വഴക്കൊന്നുമില്ല, കാര്യം പറയാ. കാര്യാ പറഞ്ഞത്. ഇവരെ ഒന്ന് വിളിക്കാനൊന്ന് കാണാനായിട്ട്. എന്നിട്ട് ചേച്ചി പറഞ്ഞു അകത്തെന്തോ വലിയ പണിയാണെന്ന്. പെട്ടെന്ന് ഇതേ വലിയ ഒച്ചയായിട്ട് ഭയങ്കര സ്നേഹം കൊണ്ടാണ് വീതം വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. അതുകൊള്ളാം, ഇത് ഭയങ്കര സ്നേഹമാ കേട്ടോ. നാട്ടിലെങ്ങും കാണാത്തൊരു സ്നേഹമായത്. ഞാൻ നേരത്തെ ചേച്ചിയോട് പറഞ്ഞല്ലേ ഇവളുമാരെ പിരിച്ചു വിടാൻ പറഞ്ഞല്ലേ. ആ മൂത്തവളുമാരെ 2 പറഞ്ഞിട്ട് ഇളയവിടെ കൂടെ നിന്നാ വിടേണ്ട അവസ്ഥയായി. ഒരു പാവം പോലെ ഇരിക്കുമല്ലോ. അമ്മ ഉണ്ടാക്കുന്നത് എപ്പോഴും അമ്മയോട് ഇങ്ങനെ അമ്മയുടെ ചെവി എപ്പോഴും അടിച്ചു പറിക്കണം. ഞങ്ങളുടെ കുറ്റം എപ്പോഴും ഇത് തന്നെയാ പണി. ചേച്ചിക്ക് അറിയത്തില്ല, ചേച്ചിക്ക് തലയ്ക്കകത്ത് ആള് താമസം ഇല്ല, മനസ്സിലാവത്തില്ല ഇതാരാ പ്രശ്നക്കാരി. ഒന്നിച്ച് കിടന്നോട്ടെ നോർത്താ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങൾ ഇവരെ പിരിച്ചുവിടാൻ. ഇനി എന്നാ ആരെയും വിളിച്ചോണ്ട് വന്നുള്ളതും അങ്ങ് പങ്കുപിടിച്ചും എനിക്ക് നല്ലൊരു ആധാരക്കാരനെ പരിചയമുണ്ട്, അയാളെ വിളിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിത് ഉണ്ണിയെ കാണുമ്പോഴേ അറിയാം ഊരിലെ പഞ്ഞം. ആ മൂത്ത മരുമോളെയൊക്കെ കണ്ടാലേ അറിയാം അവളൊന്നും ഗുണപ്പെടുത്താൻ വരുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞാണോ കുഴപ്പമായി പോയത്? ഞാൻ എത്രയോ നാളുകൊണ്ട് ഈ ചേച്ചി അറിയുന്നതെന്ന് എനിക്ക് അറിയുമോ? എത്ര കാലം കൊണ്ട് അറിയുന്നതെന്നറിയോ? നിങ്ങൾ ഇന്ന് 2-3 ദിവസങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ പാറ്റേൺ മാറിയപ്പോഴേ എനിക്ക് മനസ്സിലായി ആ തള്ള പുറത്താവും. നിങ്ങളുടെ കുടുംബത്തെ കാര്യം ഈ ചേച്ചി ഞങ്ങളുടെ സ്വന്തമാ. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് അമ്മയായിരുന്നു. ഞാൻ കൊണ്ടുപോയിക്കോളാം. വായിച്ച് നമുക്ക് പോവാം.
ഇവിടെമാരെ എത്രയും വേഗം വിടാം. ആ വീടുമാരെ എത്രയും വീട്ടിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. എല്ലാരെയും മൂന്ന് വഴിയാ. മനസ്സിലായോ ഒരു കാര്യം? ഇച്ചിരി കുളം കലക്കുന്നുണ്ടോ? പിന്നെ അത് പറഞ്ഞാൽ മതി. ഉത്തരം കൂട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്നു. ഇപ്പൊ ഞാനാ കുഴപ്പമൊക്കെ, അല്ലാതെ ഈ പഞ്ചായത്ത് മുഴുവൻ കേൾക്കത്തക്ക രീതി ഇവിടെ അലറി കൂടി ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ അമ്മയായിട്ട്. അപ്പൊ മനസ്സിലായില്ലേ? അല്ല, ഈ പഞ്ചായത്ത് 2ാം വാർഡും 3ാം വാർഡും കേട്ടു നിങ്ങളുടെ അലർച്ച. ഇളയ അവളോടും പറഞ്ഞു കൊടുക്കുന്നത് നമ്മള് കണ്ടതല്ലേ. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ചേച്ചി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനത്തോടെ നോക്കിയിട്ട് കാര്യമില്ല. എത്രയും വേണം ഇതിന് തീരുമാനം ഉണ്ടാകണമെങ്കിൽ ആരെയാന്നാ വിളിച്ച് കണ്ട് ചൂടുള്ളവരെ വിളിച്ച് കണ്ടെന്ന് ഇതിന് തീർപ്പ് കൽപ്പിക്കണം കേട്ടോ. ഓരോരുത്തർക്കും വളോഹരി ശീലം കൊടുത്ത് എന്നാ ചെയ്ത് സൗകര്യം ഉണ്ടാകും. ഞാൻ പോവാ കേട്ടോ. 3 പേർക്കും ഉള്ളത് എല്ലാം വേറെ ആക്കിക്കൂ. അപ്പൊ നമ്മളൊരു കാര്യം ജയിച്ചില്ലേ? 3 പേരും തത്ത് പിടിച്ചാൽ എല്ലാം കാര്യം വെച്ച് മാറത്തില്ലേ? അതാണ് നല്ലത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? വീതം കിട്ടാൻ വേണ്ടി പെമ്മക്കള് വീട്ടിൽ വരുന്ന മരുമകള് പാലയാടവും പറ്റും. ഇതിലൊക്കെ ആരപ്പനും അമ്മയും നല്ല കാര്യം. എങ്കിൽ അന്ത്യകാലത്ത് ആര് വെള്ളം ഇറക്കി സമാധാനത്തിൽ പോവാം. ജാഗ്രത. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.